പേഴ്സണൽ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് ജയൻ ചൗധരി വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ മറുപടി കൃത്യമായിരുന്നു. കേരളം PMC തുടങ്ങിയിട്ടില്ല, PMCയിൽ ഒപ്പുവെച്ചു, അത് പിന്നീട് കെപ്റ്റിൻ അബൈൻസായി, അഥവാ അത് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം വരുന്നവരെ നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അത് തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്ത് വെക്കുന്നു. പിന്നീട് സർക്കാർ മാറുന്നു. ഈ സ്റ്റാറ്റസ് കോ തുടരാതെ PMCയിൽ ഒരു സ്കൂൾ പോലും തിരഞ്ഞെടുക്കാതെ LDF സർക്കാർ അവശേഷിപ്പിച്ചെടുത്തത് അവസാനിപ്പിക്കാമായിരുന്നു UDFന്. പക്ഷേ ഇപ്പോൾ PMC പദ്ധതി നടപ്പാക്കാനാണ് UDFിൻ്റെ തീരുമാനം. അതായത് ആദ്യമെടുത്ത നയം ഇപ്പോൾ തിരുത്തുകയാണോ UDF? തീർച്ചയായും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതിൽ നിന്ന് നേരെ മലക്കം മറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് PMCയിൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് തവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ UDF ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുകയാണ് PMCയുമായി മുന്നോട്ട് പോകുക എന്നത്. ഈ കഴിഞ്ഞ ദിവസം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വന്നിട്ടുള്ള ബില്ലിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിദ്യാഭ്യാസ മേഖലയിലെ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് RSS കടന്നുകൂടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. എങ്ങനെയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ RSS കടന്നുകൂടുന്നത്, ഇന്ത്യയിലെ സർവകലാശാലകൾ എങ്ങനെയാണ് RSS കൈയടക്കുന്നത്. അതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെൻറ്റിൽ അതിശക്തമായി പറയുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ PMCയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇപ്പോൾ VD സതീശൻ സർക്കാർ എടുത്തിരിക്കുന്നത്. നേരത്തെ എടുത്തതാണ്, അതിപ്പോൾ UDF കൂടി അതിന് VD സതീശൻ സർക്കാർ വാങ്ങിയിരിക്കുന്നു എന്നതാണ് പറയുന്ന ന്യായം. കഴിഞ്ഞ LDF സർക്കാർ PMCയിൽ ഒപ്പുവെച്ചു, അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങളിതാ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന ന്യായമാണ് ഇവിടെ പറയുന്നത്. അത് പച്ചക്കള്ളമാണ് എന്ന് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സഹമന്ത്രി പാർലമെൻറ്റിൽ കൊടുത്തിട്ടുള്ള മറുപടിയിലൂടെ തന്നെ വ്യക്തമാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജബി മേത്തറാണ്. ജബി മേത്തർ BJP MP അല്ലല്ലോ, ജബി മേത്തർ CPM MP അല്ലല്ലോ, ജബി മേത്തർ കോൺഗ്രസിൻ്റെ MP ആണ്. ജബി മേത്തർ കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗത്തിന് ഇന്ന് വളരെ കൃത്യമായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൗധരി വളരെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. കേരളം PMC ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇനി PMCക്ക് എത്ര കാലാവധിയുണ്ട്? 2027 മാർച്ച് മാസത്തിൽ തീരാൻ പോകുന്ന പദ്ധതിയാണ്. അപ്പോൾ PMCയിൽ ശരിയാണ്, കഴിഞ്ഞ LDF സർക്കാർ PMCയെ നടപ്പാക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം രാഷ്ട്രീയമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ വീഴ്ചയായിരുന്നു. അത് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ അക്കാര്യം കൃത്യമായി തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ LDF ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റത്. അതുകൊണ്ടാണ് LDFനെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ മാറ്റി നിർത്തിയത്. അപ്പോൾ LDFനെ മാറ്റി നിർത്തി UDFനെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. LDFൻ്റെ ആ തെറ്റായ നയം എന്ന് വിലയിരുത്തപ്പെട്ട, ചർച്ച ചെയ്ത, ഈ കോൺഗ്രസ് വിമർശിച്ച ആ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. BJP മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, PMC കേരളത്തിൽ നടപ്പാക്കും, VD സതീശൻ സർക്കാർ നടപ്പാക്കും, ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയെ കൊണ്ട് തന്നെ PMC നടപ്പാക്കിപ്പിക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. എങ്ങനെ? കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയെ കൊണ്ട് ഞങ്ങൾ PMC നടപ്പാക്കിപ്പിക്കും എന്നാണ് K സുരേന്ദ്രൻ പറയുന്നത്. നോക്ക്, ഇതാണ് BJPയുടെ നിലപാട്. BJP ഏത് വിധേനയും കേരളത്തിൽ PMC നടപ്പാക്കാനുള്ള നീക്കം നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള സ്കൂളുകൾ കേരളത്തിൽ വേണം എന്നത് BJPയുടെ രാഷ്ട്രീയമാണ്, RSSൻ്റെ രാഷ്ട്രീയമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, അത് ഹിന്ദുത്വ അജണ്ടയിലൂന്നിയ വിദ്യാഭ്യാസ സംസ്കാരം സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പടർത്തിക്കൊണ്ടുവരിക, അങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നമുക്കറിയാലോ, പാഠപുസ്തകങ്ങളിൽ അടക്കം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. മുഗൾ കാലഘട്ടമെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് RSSനെ കുറിച്ച് പഠിക്കുക, ഹിന്ദുത്വത്തെക്കുറിച്ച് പഠിക്കുക, പുരാണത്തെക്കുറിച്ച് പഠിക്കുക. പുരാണം ഒരു ശാസ്ത്രമാണ് എന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വരുന്ന ഒരു സ്ഥിതിയുണ്ട്, ഗുരുതരമായ സ്ഥിതിയുണ്ട്. നമ്മൾ ശാസ്ത്രമാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ആശയത്തിൽ നിന്ന് നമ്മൾ ഏറെ പുറകോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനെ പ്രതിരോധിച്ച് നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയമാണ്. ഇന്ന് കോൺഗ്രസ് ദേശീയതലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം RSSൻ്റെ ഈ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ളതാണ്. അവിടെ നിങ്ങൾ 1100 കോടി രൂപ കിട്ടാൻ വേണ്ടിയതാ ഞങ്ങളുടെ രാഷ്ട്രീയം പണയം വെക്കുന്നു എന്ന് പറയാനല്ല കേരളത്തിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കൂടി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രണ്ട് വിഷയമുണ്ട്. രാഷ്ട്രീയമാണോ വലുത്, സാമ്പത്തികമാണോ വലുത്?
രാഷ്ട്രീയമാണോ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്, അതോ സാമ്പത്തികമാണോ ഉയർത്തിപ്പിടിക്കേണ്ടത്? ഇത് രണ്ടും ഉയർത്തിപ്പിടിക്കണം. അവിടെ നിങ്ങൾ ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ ദേശീയ തലത്തിലും കേരളത്തിലും നിലനിർത്തുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഈ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് കൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ആ രാഷ്ട്രീയം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പണയം വെക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആ രാഷ്ട്രീയം നിങ്ങൾക്ക് കൂടെ പിടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ആ രാഷ്ട്രീയം നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ ഇന്ന് രാജ്യത്ത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരമാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരത്തിന് നേരെ ജൂലൈ 20 അതിക്രൂരമായിട്ടാണ് ഡൽഹി പോലീസ് വിദ്യാർത്ഥികളെ വേട്ടയാടിയത് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികളെ വേട്ടയാടിയത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, ആണിയുള്ള ലത്തി ഉപയോഗിച്ചു, ഇലക്ട്രിക് ലത്തി ഉപയോഗിച്ചു, അതിക്രൂരമായി മർദ്ദിച്ചു. അപ്പോഴാണല്ലോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്നത്. അപ്പോൾ അന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോകുമ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ സമരം നടക്കുന്നത് അറിഞ്ഞ് VD സതീശൻ അവിടേക്ക് പോയി. ആ സമരത്തിൻ്റെ ആ സ്ഥലത്ത് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മാറി. അവിടെ വേറെയും മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ആരാണ്? DK ശിവകുമാർ, കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണോ വലിച്ചിഴച്ച് അവിടെ നിന്ന് കൊണ്ടുപോയത്, അതേപോലെ ആ മുഖ്യമന്ത്രിയെയും ഡൽഹി പോലീസ് വലിച്ചിഴച്ചാണ് ജയിലിലേക്ക് കൊണ്ടുപോയത്. അന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയത്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്. അന്ന് അദ്ദേഹം ഡൽഹിയിൽ വന്നിരുന്നില്ല. അദ്ദേഹം സുഖ്വീന്ദർ സിംഗ് സുഖു. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞ്, രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തതറിഞ്ഞ് ഹിമാചൽ പ്രദേശിൽ ഷിംലയിൽ അവിടുത്തെ രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ധർണയിൽ പങ്കെടുത്ത് അവിടെ അറസ്റ്റ് വരിച്ചു. അപ്പോൾ ഇതൊരു പ്രതിരോധമാണ്, ഇതൊരു പ്രതിരോധ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നത് ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഒരു സമരത്തിൽ? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ്സുകാരനല്ലേ? ഒരു മുഖ്യമന്ത്രി എന്നതിനപ്പുറം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് മുഖമാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് മുഖമാണ്. നിങ്ങൾ എവിടെയാണ് കണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ? ഈ ദേശീയ തലത്തിൽ CJP എന്ന് പറയുന്ന ഈ കുട്ടികൾ ജന്തർ മന്ദറിൽ നടത്തിയ ഈ സമരം, ആ സമരത്തിന് നേരെ മോദി സർക്കാർ, അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പോലീസ് ആ കുട്ടികളെ തല്ലിച്ചതയ്ക്കുമ്പോൾ എവിടെ ഏത് സമരത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പങ്കെടുത്തത്? അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ ഈ സമരം നടത്തിയ, കേരളത്തിൽ അതിനെ അനുകൂലിച്ച് സമരം നടത്തിയവർക്കെതിരെ കേസെടുത്ത സാഹചര്യം വരെയുണ്ട്. ഞാനൊരു കത്ത് കാണിക്കാം. ഇത് ഡൽഹി സർക്കാർ ഇറക്കിയ വാർത്താക്കുറിപ്പാണ്. ഡൽഹിയിൽ BJP സർക്കാരാണ് ഭരിക്കുന്നത്. ഡൽഹിയിൽ സമരം നടത്തിയ ഈ പരീക്ഷാ ചോർച്ചയുമായി, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹി സർക്കാർ ഇറക്കിയ വാർത്താക്കുറിപ്പാണിത്. ഇത് BJP സർക്കാർ, കോൺഗ്രസ് സർക്കാരല്ല, CPM സർക്കാരല്ല, BJP സർക്കാർ. കേരളത്തിൽ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 5000-ഓളം കേസുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ പോയി എന്നൊരു വലിയ ചോദ്യമുണ്ട്. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഉയർത്തുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് കേരളത്തിലില്ലേ? അപ്പോൾ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനുള്ള നട്ടെല്ല് ഇവിടെ നിങ്ങൾക്കില്ലേ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് അപമാനകരമായൊരു തീരുമാനമാണ്. രാഷ്ട്രീയം കടലിലെറിയുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ അറബിക്കടലിൽ എറിഞ്ഞിരിക്കുന്നത്. അതായത് അധികാരത്തിൽ വന്നാൽ PM ശ്രീ ഞങ്ങൾ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ കോൺഗ്രസും, അത് ലീഗ് നേതാവാണെങ്കിലും അത് കോൺഗ്രസിൻ്റെ കൂടി ഒരു രാഷ്ട്രീയമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വിലയിരുത്തപ്പെട്ടത്, രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അറബിക്കടലിലേക്ക് എറിയുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഈ രാഷ്ട്രീയ നിലപാട് ഒരിക്കലും ഗുണം ചെയ്യില്ല. കോൺഗ്രസ് സംശയത്തിൻ്റെ നിഴലിലായിരിക്കും. കോൺഗ്രസ് രാഷ്ട്രീയമായി സംശയത്തിൻ്റെ നിഴലിലായിരിക്കും. കേരളത്തിൽ ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമേ അല്ല, കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ രാഷ്ട്രീയ നിലപാടേ അല്ല കേരളത്തിൽ VD സതീശൻ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്, ഉയർത്തിപ്പിടിക്കുന്നത്. Meet the editors.